ബാലഗംഗാധരൻ സാറ് ദിവസവും 4:10 ഓരോ ഗ്ലാസ് വാട്ടർ ബറീസ് കാമ്പൗണ്ട് കഴിക്കുന്ന പതിവുണ്ട്. അത് വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന് കഴിക്കാമോ എന്ന് ചോദിക്കുന്നു. ഒരു ഗ്ലാസ് വാട്ടർ വേണമെങ്കിൽ ഇവിടുന്ന് കഴിച്ചോളാം പറ, മറ്റേത് വീട്ടിൽ പോയിട്ട് കഴിച്ചാൽ മതി. ഇത് മുഴുവൻ പിടിച്ചെടുത്ത വ്യാജ ലോട്ടറി ടിക്കറ്റുകളാണോ സർ? അതെ. മിസ്റ്റർ ബാലഗംഗാധരനെ പോലെ ഭരണമണ്ഡലത്തിൽ നല്ല സ്വാധീന ശക്തിയുള്ള ഒരാൾ വളരെയേറെ രഹസ്യമായി നടത്തിയിരുന്ന ഈ ഏർപ്പാട് കണ്ടുപിടിക്കാൻ സാറിന് എങ്ങനെ സാധിച്ചു? ആരോ ഒരാൾ പേര് വെക്കാതെ എഴുതിയ ഒരു കത്തിൽ നിന്നാണ് ഇത് അന്വേഷിക്കാനുള്ള പ്രേരണ എനിക്ക് കിട്ടിയത്. ഇതുകൊണ്ട് രാജ്യത്തിന് എത്ര കോടി രൂപയുടെ നഷ്ടമുണ്ടായിട്ടുണ്ടെന്ന് സാറിന് പറയാമോ? അദ്ദേഹം തുടർച്ചയായി നടത്തിക്കൊണ്ടിരുന്ന ഏർപ്പാടല്ലേ. എത്ര കോടിയുടെ നഷ്ടമുണ്ടെന്ന് കേസ് വിസ്തരിക്കുമ്പോഴേ പറയാൻ കഴിയും. ഇത്ര ഭീകരമായ ഒരു കുറ്റകൃത്യം കണ്ടുപിടിച്ച സാറ് ന്യായമായും ഒരു അവാർഡും പ്രൊമോഷനൊക്കെ പ്രതീക്ഷിക്കുന്നുണ്ടല്ലേ? അതിലൊന്നും എനിക്ക് അത്ര വലിയ താല്പര്യമില്ല. ഏതായാലും കുറ്റം ചെയ്തവർ ശിക്ഷ വാങ്ങണമെന്ന് എനിക്ക് നിർബന്ധമുണ്ട്. സുരേഷിയ, ഞാൻ അമ്മാവനാ. നീ ഉടനെ ഇങ്ങോട്ടൊന്ന് വരണം. ഇവിടെ ഇപ്പൊ കുറച്ച് പത്രക്കാർ വന്നിട്ടുണ്ട്. ഞാൻ അവരോട് സംസാരിച്ചുകൊണ്ടിരിക്കുക. അവരെ പറഞ്ഞയച്ചിട്ട് വേഗം അങ്ങോട്ട് വാ. അവര് പോയി കഴിഞ്ഞാൽ ഉടനെ ഞാൻ അങ്ങോട്ട് വരാം. എനി മോർ ക്വസ്റ്റ്യൻസ്? ഞങ്ങൾക്കിനി കൂടുതലൊന്നും അറിയാനില്ല. ഇതെല്ലാം പത്രത്തിൽ എഴുതാമല്ലോ. തീർച്ചയായും. എങ്കിൽ വരട്ടെ. ഓക്കെ. ഗോലല്ലേ സാർ, ഈ സാധനമൊക്കെ തൊണ്ടിമുറിയിലേക്ക് മാറ്റേക്ക്. നിന്റെ ഡ്യൂട്ടിയും ന്യായവാദവും ഒന്നും എനിക്ക് കേൾക്കണ്ട. എനിക്ക് നിന്നിൽ എന്തെങ്കിലും അധികാരമുണ്ടോ? ഉണ്ട്. നിനക്ക് എന്നോട് എന്തെങ്കിലും കടപ്പാടുണ്ടോ? ഉണ്ട്. എങ്കിൽ ഞാൻ പറയുന്നത് നീ അനുസരിക്കണം. അമ്മാവൻ പറയൂ. മിസ്റ്റർ ബാലഗംഗാധരന്റെ പേരിൽ ആ കേസ് നീ ചാർജ് ചെയ്യരുത്. അയാളെ ഉടനെ വിട്ടയക്കണം. അമ്മാവൻ എന്താ ഈ പറയുന്നത്? മഹസർ എഴുതി കഴിഞ്ഞു. എഴുതി കഴിഞ്ഞെങ്കിൽ അത് കീറിക്കളയണം, അല്ലെങ്കിൽ മാറ്റി എഴുതണം. നടക്കാത്ത കാര്യമൊന്നുമല്ലല്ലോ. നിനക്ക് നിർബന്ധമാണെങ്കിൽ കേസ് പ്രസ്മാനയുടെ പേരിലായിരിക്കും. എന്തായാലും ബാലഗംഗാധരനെ വിട്ടയച്ചേ മതിയാവും. ഇക്കാര്യത്തിൽ എനിക്കിനി ഒന്നേ ചെയ്യാൻ കഴിയും. എന്താ? എന്നെ വളർത്തി പഠിപ്പിച്ച് ഉദ്യോഗസ്ഥനാക്കിയ എന്റെ അമ്മാവൻ പറഞ്ഞൊരു കാര്യം സാധിച്ചു കൊടുക്കാൻ കഴിഞ്ഞില്ലല്ലോ എന്നോർത്ത് ദുഃഖിക്കാം. അല്ലാതെ ബാലഗംഗാധരനെ വിട്ടയക്കുന്ന പ്രശ്നമേ ഇല്ല. തീർച്ചയാണോ? ഇക്കാര്യത്തിൽ നമ്മൾ തമ്മിലൊരു വാശി വേണോ അമ്മാവ? മോനെ, നീ മറ്റൊന്നും ആലോചിക്കണ്ട. അമ്മാവൻ പറയുന്നൊരു കാര്യമല്ലേ. ഇത് അമ്മയ്ക്ക് മനസ്സിലാവാത്ത കാര്യമാണ്. അമ്മ ഇതിൽ ഇടപെടണ്ട. എടാ, ബാലഗംഗാധരനെ പോലുള്ളവർ വിചാരിച്ചാൽ ഈ നാട്ടിൽ എന്തു നടക്കും? അങ്ങനെ ഭയപ്പെട്ട ജീവിക്കാൻ നോക്കും അമ്മാവ. എതിരാളി ചിലപ്പോ നമ്മളെക്കാൾ ശക്തരായിരിക്കും. അതിന്റെ പേരിൽ അവന്റെ കാല് നക്കാൻ പോകുന്നവന്റെ തന്ത ഏതവനാണ് ആളുകൾ ചോദിക്കും. എന്നെ പ്രസവിച്ച എന്റെ അമ്മ അത് കേൾക്കാൻ ഞാൻ ഇടവരുത്തില്ല. തീർച്ച. ബാലഗംഗാധരൻ സാറിനെ ഇറക്കിക്കൊണ്ടുപോകാൻ ഇതിൽ കൂടുതൽ വല്ലതും വേണോ? എന്തിന്? മാട്ടക്കടിച്ച് എന്താ പ്രാണ്ടി പിടിച്ച് കടിച്ചപ്പോഴല്ലേ പുളി അറിഞ്ഞത്? അയാള് ചെറുപ്പമല്ലേ, അതിന്റെ അഹങ്കാരമാ. അദ്ദേഹത്തിനെ അറസ്റ്റ് ചെയ്തുകൊണ്ട് വന്നപ്പോഴേ ഞാൻ പറഞ്ഞതാ സംഗതി കുഴയും. കേക്കണ്ടേ? വരുന്നുണ്ട്. ഗുഡ് മോർണിംഗ്. മോർണിംഗ്. ഞങ്ങൾ വന്നിട്ട് കുറെ നേരമായി. എന്താ കാര്യം? ഇതാ അത് മജിസ്ട്രേറ്റിന്റെ ഉത്തരവാണ്. ഇത് ലോട്ടറി ഡിപ്പാർട്ട്മെന്റ് ഡയറക്ടറുടെ സർട്ടിഫിക്കറ്റാണ്. മിസ്റ്റർ ബാലഗംഗാധരന്റെ പ്രസിൽ അച്ചടിച്ച ടിക്കറ്റുകൾ ഡയറക്ടറുടെ ഓർഡർ അനുസരിച്ച് അച്ചടിച്ചിട്ടുള്ളതാണ്. അതിനുള്ള തെളിവാണിത്. ഇത് സർട്ടിഫിക്കറ്റ്, അത് ഓർഡർ. നിങ്ങൾ പിടിച്ചെടുത്തിരിക്കുന്നത് ഒറിജിനൽ ടിക്കറ്റുകളാണെന്ന് ഇപ്പൊ മനസ്സിലായില്ലേ? ഈ സർട്ടിഫിക്കറ്റിന്റെയും തെളിവുകളുടെയും വെളിച്ചത്തിലാണ് അറസ്റ്റ് ചെയ്തവരെ മോചിപ്പിക്കാനുള്ള മജിസ്ട്രേറ്റിന്റെ ഉത്തരവ്. എനി ഫർദർ ഒബ്ജക്ഷൻ ടു റിലീസ് ദം? അവരെ തുറന്നോട്ടേക്ക്.
നിങ്ങൾക്ക് വീട്ടിലേക്ക് വന്നേക്ക്. ശരി സാർ. വരുന്നുണ്ട്. ബാലഗംഗാധരന്റെ കേസ് എങ്ങനെയായി സുരേഷ്? എന്താ ശിക്ഷ? ജീവപര്യന്തമായിരിക്കും. ഏയ്, തൂക്കിക്കൊല്ലുമെന്നാ ഞാൻ കേട്ടത്.